ബൈബിളിൽ ദൈവ ശബ്ദത്തോടും ദൈവ സാന്നിധ്യത്തോടും പ്രതികരിച്ചവരുടെ ജീവിതം അത്ഭുതകരമായി മാറി മറിഞ്ഞു. അവർ പിന്നീട് ജീവിച്ചത് വെറും മനുഷ്യരായിട്ടല്ല, മറിച്ച് ചരിത്രം സൃഷ്ടിച്ചവരായി മാറിയിട്ടുണ്ട്. അബ്രഹാം, ദൈവം അബ്രഹാമിനോട് സ്വന്തം ദേശം വിട്ടുപോകാൻ പറഞ്ഞു. കൂടാതെ തന്റെ ഏകപുത്രനായ ഇസാഖിനെ ബലി കൊടുക്കുവാനും പറഞ്ഞു. താൻ കേട്ട ദൈവ ശബ്ദത്തെ അനുസരിച്ചപ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. യെശയ്യാ പ്രവാചകൻ താൻ കേട്ട ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഒട്ടും മടിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയക്കണമേ. ആ ഒരൊറ്റ മറുപടി അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളാക്കി. പത്രോസ് വെറും ഒരു മീൻപിടുത്തക്കാരൻ. യേശുവുമായിട്ടുള്ള അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം യേശു അവനെ വിളിച്ചു. അവൻ സകലവും വിട്ടിറങ്ങി. ഒരു മീൻപിടുത്തക്കാരനിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവനായി ആദിമസഭയുടെ ഒന്നാമത്തെ നേതാവായി. മത്തായി ആളുകൾ വെറുത്തിരുന്നൊരു ചൂതക്കാരൻ. നികുതി പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ. ആ ഒരൊറ്റ നിമിഷം അവൻ ആ കസേര വിട്ടിറങ്ങി. പിന്നെ മാറിയത് ചരിത്രം. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായി. വിശുദ്ധ സുവിശേഷത്തിന്റെ എഴുത്തുകാരനുമായി. ബൈബിളിൽ ഓരോരുത്തരുടെ ജീവിതം മാറി മറിഞ്ഞതിന് പിന്നിൽ ഒരൊറ്റ രഹസ്യമുണ്ട്. അവർ ദൈവ ശബ്ദത്തോടും ദൈവ സാന്നിധ്യത്തോടും പൂർണ്ണമായി അനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചു. ആ ഒരു അനുസരണ അവരുടെ സാധാരണ ജീവിതത്തെ ഒരു അസാധാരണ ചരിത്രമായി നിൽക്കും. ഇന്ന് ദൈവവചനത്തിന് മുൻപിൽ സ്വയം സമർപ്പിച്ച് അനുസരിച്ച നിങ്ങളുടെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കും. ദൈവം നിങ്ങളെ വൻ കാര്യങ്ങൾക്കായി ശക്തമായി ഉപയോഗിക്കും. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.